പരമകാരുണികനും കരുണാവാരിധിയുമായ ദൈവത്തിൻ്റെ നാമത്തിൽ സർവസ്തുതിയും ദൈവത്തിനാകുന്നു. മഞ്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വോയിസ് ഓഫ് ജസ്റ്റിസ് പുറത്തിറക്കുന്നതാണ് ഈ ഡോക്യുമെൻ്ററി. ലോകപ്രശസ്ത ഇസ്ലാമിക പണ്ഡിതനായ ഹാറൂൺ യഹ്യയുടെ ദ ട്രൂത്ത് ഓഫ് ദ ലൈഫ് ഓഫ് ദിസ് വേൾഡ് എന്ന ഇംഗ്ലീഷ് ഡോക്യുമെൻ്ററിയുടെ മലയാള ആവിഷ്കരണമാണ് ഇത്. ഇംഗ്ലീഷ് ഭാഷയുടെ പദാനുപദ വിവർത്തനമല്ല ഞങ്ങൾ നിർവഹിച്ചിരിക്കുന്നത്, ആശയ വിവർത്തനമാണ്. അള്ളാഹു എന്നുള്ള നാമത്തിന് ദൈവം എന്നാണ് മൊഴിമാറ്റം നടത്തിയിരിക്കുന്നത്. അള്ളാഹു എന്നുള്ളത് അറബി ഭാഷയിലെ അൽ ഇലാഹ് എന്നതാണ്. അൽ എന്നത് ഇംഗ്ലീഷിലെ ദിയും, ഇലാഹ് എന്നുള്ളത് ഇംഗ്ലീഷ് ഭാഷയിലെ ഗോഡുമാണ്. അതായത് അള്ളാഹു എന്നാൽ ദി ഗോഡ് അഥവാ യഥാർത്ഥ ദൈവം എന്നർത്ഥം. അഖില പ്രപഞ്ചത്തിൻ്റെയും മുഴുവൻ ചരാചരങ്ങളുടെയും ഉടമസ്ഥനും രക്ഷിതാവും സ്രഷ്ടാവും നിയന്താവും പ്രകൃതി നിയമങ്ങളുടെ വിധികർത്താവുമായ യഥാർത്ഥ ദൈവത്തിൻ്റെ അറബി ഭാഷയിലുള്ള നാമമാണ് അള്ളാഹു എന്നുള്ളത്. ഈ ലോകത്തെ നമ്മുടെ ജീവിതം നശ്വരമാണ്. അതിനുശേഷം ശാശ്വതമായ ഒരു ജീവിതം വരാനുണ്ട്. ആ ജീവിതത്തിൽ ഈ ലോകത്ത് നാം അനുവർത്തിക്കുന്ന നന്മ തിന്മകളെ ആശ്രയിച്ചാണ് രക്ഷാശിക്ഷകൾ ഉണ്ടാവുക. അതിനാൽ മനുഷ്യർക്കിടയിലെ വൈവിധ്യങ്ങളെ വൈരുദ്ധ്യങ്ങളായി കണ്ട് ഭിന്നിക്കാതെ മുഴുവൻ സൃഷ്ടിജാലങ്ങളോടും സ്നേഹത്തോടും കാരുണ്യത്തോടും കൂടി വർത്തിക്കണമെന്നുള്ള സന്ദേശം നൽകുന്ന ഈ ഡോക്യുമെൻ്ററി ഞങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ കല്ലറകളിൽ നമ്മെപ്പോലുള്ള ഓരോ മനുഷ്യരുണ്ട്. അവരും രാവിലെ എഴുന്നേറ്റ് പല്ലും മുഖവും കഴുകി അവരുടെ പ്രാതൽ കഴിച്ച് ജോലിസ്ഥലങ്ങളിലേക്കും വിദ്യാലയങ്ങളിലേക്കും മറ്റും പോകുന്നവരായിരുന്നു. അവരും നമ്മെപ്പോലെ കുടുംബ ബന്ധങ്ങളും സുഹൃത്ത് ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളും ഉള്ളവരായിരുന്നു. അവർക്കും ആഘോഷങ്ങളും പ്രത്യേക ദിവസങ്ങളും അനുഭവങ്ങളും ഉണ്ടായിരുന്നു. വീടും യാത്ര ചെയ്യാൻ വാഹനങ്ങളും മറ്റു പല ഇടപാടുകളും ഉള്ളവരായിരുന്നു അവരും. പുതുവത്സരങ്ങളും ജന്മദിനങ്ങളും ആഘോഷിച്ചിരുന്നവരുമായിരിക്കാം. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോഴും ആഘോഷിക്കുമ്പോഴും തങ്ങളുടെ ജന്മദിനം പോലെ തന്നെ തീർച്ചയായും സംഭവിക്കുമെന്നുറപ്പുള്ള മരണദിനത്തെക്കുറിച്ച് അവർ ആലോചിച്ചിട്ടേ ഉണ്ടായിരിക്കില്ല. വിശുദ്ധ ഖുർആനിലെ 8 എന്ന അധ്യായത്തിലെ 57 വചനത്തിൽ ദൈവം പറയുന്നു, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗതി തുമ്മ ഇലൈനാ തുർജഊൻ. സകല ജീവികളും മരണത്തിന്റെ രുചി അനുഭവിക്കും, പിന്നെ എല്ലാവരെയും നമ്മിലേക്ക് തിരിച്ചു കൊണ്ടുവരും.
ഇഹലോക ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ. മനുഷ്യന്റെ ചിന്താശക്തിക്ക് അവർ ജീവിച്ചിരിക്കുന്ന അതിവിശാലമായ ഈ പ്രപഞ്ചത്തിന്റെ വ്യാപ്തിയെക്കുറിച്ചോ അതിസങ്കീർണമായ അതിന്റെ സംവിധാന രഹസ്യങ്ങളെക്കുറിച്ചോ പൂർണ്ണമായും ഉൾക്കൊള്ളുക എന്നത് ഏറെ പ്രയാസകരമാണ്. ഈ പ്രപഞ്ചത്തിൽ ഏകദേശം 30,000 കോടി ഗാലക്സികൾ അഥവാ നക്ഷത്ര സമൂഹം ഉള്ളതായിട്ടാണ് ഇപ്പോൾ കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ ഒന്നു മാത്രമാണ് നാം വസിക്കുന്ന ഭൂമി ഉൾക്കൊള്ളുന്ന ക്ഷീരപഥം എന്ന ഗാലക്സി. ഒരു ഗാലക്സിയിൽ ഏകദേശം 25,000 കോടി നക്ഷത്രങ്ങളുള്ളതായിട്ടാണ് നിഗമനം. അതിൽ ഒന്നു മാത്രമാണ് സൂര്യൻ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഈ ക്ഷീരപഥങ്ങളിൽ ഈ ഭൂമുഖത്തെ മുഴുവൻ മണൽത്തരികളുടെ എണ്ണത്തേക്കാളും കൂടുതൽ നക്ഷത്രങ്ങളുണ്ടാകാം. അതിൽ സൂര്യൻ വെറുമൊരു മണൽത്തരിയെ മാത്രമാണ് പ്രതിനിധീകരിക്കുന്നത്. നാം വസിക്കുന്ന ഭൂമിക്കാണെങ്കിലോ ഒരു മണൽത്തരിയുടെ സ്ഥാനം പോലുമില്ല. ആ മണൽത്തരിയേക്കാൾ ചെറുതായ ഭൂമിയിലെ വളരെ ചെറിയൊരു ജീവിയായ മനുഷ്യന്റെ വലിപ്പം അതിവിശാലമായ പ്രപഞ്ചത്തെ അപേക്ഷിച്ച് എത്രയോ നിസ്സാരം. എന്നാൽ മനുഷ്യൻ ഇതെല്ലാം പാടെ മറക്കുന്നു. അവൻ അവന്റെ അസ്തിത്വം വളരെ വലുതാണെന്ന് സങ്കൽപ്പിക്കുന്നു. എന്നിട്ട് അഹന്തയോടും ധാർഷ്ട്യത്തോടും കൂടി ജീവിക്കുന്നു. ദൈവം സൃഷ്ടിച്ച ഒരു നിസ്സഹായ ജീവിയാണ് താനെന്നും ഒരു നാൾ മരണം തന്നെ പിടികൂടുമെന്നും അങ്ങനെ താൻ ദൈവത്തിലേക്ക് മടക്കപ്പെടുമെന്നും അവിടെ തനിക്ക് താൻ ഈ ലോകത്ത് ചെയ്തു കൂട്ടിയ സകല കർമ്മങ്ങൾക്കും കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നും അവൻ ഓർക്കുന്നില്ല. അതേസമയം ഈ അതിവിശാല പ്രപഞ്ചത്തിലെ ഒരു മണൽത്തരിയുടെ സ്ഥാനം പോലുമില്ലാത്ത മനുഷ്യൻ ഈ ലോകത്തോടും അതിലെ വിഭവങ്ങളോടും വളരെയധികം വൈകാരികമായി ഇഴുകിച്ചേരുന്നു. എന്നാൽ ഈ ലോകത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള ഓരോ മനുഷ്യനും ഈ ലോകത്തോട് വിട പറയുകയും ഭൂമിയുടെ ഏതെങ്കിലും ഒരു ചെറിയ കോണിൽ ലയിക്കുകയും ചെയ്യുമെന്നുള്ളത് ഒരാൾക്കും നിഷേധിക്കാനാവാത്ത വസ്തുതയാണ്. വാർദ്ധക്യം. മനുഷ്യൻ പരലോകത്തെത്തുന്നതിനു മുമ്പ് തന്നെ ദൈവം അവന് അവന്റെ ബലഹീനതയെക്കുറിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. യൗവനം പിന്നിടുന്ന ഓരോ മനുഷ്യനും വാർദ്ധക്യത്തിൽ അവന്റെ ഏറ്റവും ബലഹീനമായ നാളുകൾ അനുഭവിച്ചറിയുന്നു. അധികം ആളുകളും തങ്ങളുടെ ജീവിതാവശ്യങ്ങളുടെ പൂർത്തീകരണത്തിനായി അമിതമായ ഉത്കണ്ഠയോടെ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുകയാണ്. സമയം മുന്നോട്ട് കുതിക്കുന്നതിനനുസരിച്ച് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കണ്ണിമ വെട്ടുന്ന വേഗത്തിൽ കടന്നുപോകുന്നു. എന്നാൽ മനുഷ്യർ ഈ യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടയ്ക്കുകയാണ് പതിവ്. അവരുടെ പ്രവർത്തനങ്ങൾ കണ്ടാൽ അവരൊരിക്കലും വാർദ്ധക്യം പ്രാപിക്കില്ലെന്ന് തോന്നിപ്പോകും. പക്ഷേ അവരൊരിക്കലും അവസാനിക്കുകയില്ലെന്ന് കരുതുന്ന തങ്ങളുടെ യൗവനം വളരെ ചെറിയ ഒരു കാലയളവ് മാത്രം നിലനിൽക്കുന്നതാകുന്നു. ഒരു നാൾ തനിക്കും വാർദ്ധക്യം ബാധിക്കുമെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ചെറുപ്പക്കാരായ ആളുകൾ അവരുടെ വാർദ്ധക്യം വളരെ വിദൂരതയിലാണെന്ന് കരുതുന്നവരാണ്. തങ്ങളും ഒരു നാൾ വാർദ്ധക്യം ബാധിച്ച് അവശരായി മാറുമെന്നുള്ള യാഥാർത്ഥ്യം അവർ അറിയുന്നില്ല. ഈ ചിത്രത്തിൽ കാണുന്ന യുവാവും യുവതിയും വളരെ ചെറുപ്പവും അവരുടെ തൊലിയും പല്ലുമെല്ലാം എല്ലാം തികഞ്ഞതും വളരെ തിളക്കമുള്ളതും ആരോഗ്യമുള്ളതുമായി കാണപ്പെടുന്നു. എന്നാൽ ഈ ചിത്രമെടുത്തത് 1955-ലാണ്. ഈ ചിത്രം എടുക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഇവരിരുവരും തങ്ങൾ ഒരു നാൾ വാർദ്ധക്യത്തിലെത്തുമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്തിട്ടുണ്ടാവില്ല. എന്നാൽ 50-ലധികം വർഷങ്ങൾ കഴിഞ്ഞു പോയപ്പോൾ ആ ചിത്രത്തിൽ കണ്ട പോലെയുള്ള യൗവനമോ ഭംഗിയോ ഒന്നും തന്നെ ഇപ്പോൾ അവരിൽ അവശേഷിക്കുന്നില്ല. സമയം എല്ലാറ്റിനെയും മാറ്റുന്നു. അത് ഈ ലോകത്തിലെ ഒരു അലംഘനീയ നിയമമാകുന്നു.
ഉദാഹരണത്തിന്, മധുരവും സുഗന്ധവുമുള്ള ഒരു മധുര നാരങ്ങ അധികം കഴിയും മുമ്പ് നശിച്ചു പോകുന്നു. ഒരു ആപ്പിൾ വളരെ പെട്ടെന്ന് ചീഞ്ഞളിഞ്ഞു പോകുന്നു. ഇതുപോലെ മനുഷ്യന്റെ സൗന്ദര്യവും എളുപ്പത്തിൽ മാറ്റുകുറഞ്ഞു പോകുന്നതാണ്. മനുഷ്യ സൗന്ദര്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ തൊലിക്ക് കാലം കഴിഞ്ഞു പോകുന്നതിനനുസരിച്ച് അതിന്റെ മാർദ്ദവം നഷ്ടപ്പെടുകയും ചുക്കിച്ചുളിഞ്ഞ് ആടി തൂങ്ങുകയും ചെയ്യുന്നു. ഉണങ്ങി വരണ്ട മണ്ണ് പോലെ അതിന് അതിന്റെ ജീവസ് നഷ്ടപ്പെടുന്നു. വാർദ്ധക്യം ബാധിച്ചിട്ടില്ലാത്ത വ്യക്തിയുടെ തൊലി ഇതുപോലെ പിടിച്ചു വലിച്ചു വിട്ടാൽ അത് പെട്ടെന്ന് തന്നെ അതിന്റെ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. എന്നാൽ പ്രായം ചെന്ന വ്യക്തിയുടെ തൊലി ചുളിഞ്ഞു തന്നെ നിൽക്കും. പ്രായം ചെല്ലും തോറും രോമങ്ങൾക്ക് നര ബാധിക്കുകയും അവ കൊഴിഞ്ഞു തുടങ്ങുകയും ചെയ്യുന്നു. മനുഷ്യ ശരീരത്തിലെ ഓരോ അവയവവും വാർദ്ധക്യ സഹജമായ അതിന്റെ ബലഹീനതകളും പരിക്കുകളും ഏറ്റുവാങ്ങുന്നു. മൂക്കും ചെവിയും തൂങ്ങാൻ തുടങ്ങുന്നു. ഇവയ്ക്കൊന്നും തന്നെ കാഴ്ചയിൽ മാത്രമല്ല മാറ്റം വരുന്നത്, അവയുടെ പ്രവർത്തനശേഷിയും ക്ഷയിക്കുന്നു. പുതിയ കോശങ്ങളുടെ ഉൽപാദനം കുറയുന്നു. പ്രായം കൂടുന്നതിനനുസരിച്ച് കാഴ്ചശക്തിക്ക് മങ്ങലേൽക്കുന്നു. മനുഷ്യ ശരീരത്തിൽ വന്നു ഭവിക്കുന്ന ഈ മാറ്റങ്ങളെല്ലാം തന്നെ അവന്റെ ഈ ലോക ജീവിതത്തിന്റെ ക്ഷണിക ഭാവത്തെ കുറിക്കുന്ന മകുടോദാഹരണങ്ങളാണ്. തങ്ങളുടെ സൗന്ദര്യത്താലും കഴിവുകളാലും ലോകജനത്തെ അമ്പരപ്പിച്ചിട്ടുള്ള സിനിമാ താരങ്ങൾ, സാംസ്കാരിക നായകന്മാർ, സാഹിത്യകാരന്മാർ, രാഷ്ട്രീയ നേതാക്കൾ തുടങ്ങിയവരെല്ലാം തന്നെ അവരുടെ വാർദ്ധക്യത്തിൽ സൗന്ദര്യവും ആകർഷണീയതയും നഷ്ടപ്പെട്ടവരായി മാറുന്നു. തങ്ങളുടെ ശക്തി കൊണ്ടും ആർജവം കൊണ്ടും പ്രശസ്തരായി തീർന്ന പല കായിക താരങ്ങളും അവരുടെ വാർദ്ധക്യത്തിൽ അശക്തരും ദുർബലരുമായി തീരുകയുണ്ടായി. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രശസ്തരായ യുവാക്കളും വൃദ്ധരും എല്ലാം തന്നെ ഈ ലോകത്തിന്റെ ക്ഷണിക സ്വഭാവത്തിന്റെ പ്രതീകങ്ങളാണ്. നമ്മുടെ സ്വന്തം തൊലിയും ഒരു നാൾ ഇതുപോലെയായിത്തീരും. തദവസരത്തിൽ നാം കണ്ണാടിയിൽ മുഖം നോക്കുമ്പോൾ കാണാൻ പോകുന്നത് ഇതുപോലെയായിരിക്കും. ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ചെറുപ്രായത്തിൽ തന്നെ ഒരാൾ രോഗബാധിതനാവുകയും അങ്ങനെ മരണം വരിക്കുകയും ചെയ്തേക്കാം. ദശലക്ഷക്കണക്കിന് ആളുകൾ ദിവസേന അർബുദം പോലുള്ള മാരക രോഗം പിടിപെട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നു. മരുന്ന് കണ്ടുപിടിക്കാത്ത വളരെയധികം രോഗങ്ങൾ ഇന്നും നിലവിലുണ്ട്. ഒരു നാൾ താനും അത്തരം രോഗത്തിന് അടിമപ്പെടുകയില്ലെന്ന് ഒരാൾക്കും ഉറപ്പിച്ചു പറയുക സാധ്യമല്ല തന്നെ.
തലച്ചോറിലെ ഒരു രക്തധമനി പൊട്ടിപ്പോയെന്ന് വയ്ക്കുക. അങ്ങനെ സംഭവിച്ച ഒരു രക്തധമനി ഉൾക്കൊള്ളുന്ന തലച്ചോറിന്റെ എക്സ്റേ ചിത്രമാണ് നാം ഇപ്പോൾ ദർശിക്കുന്നത്. തലച്ചോറിലെ അത്തരം ഒരു പൊട്ടൽ ഗുരുതരമായ ആഘാതം സൃഷ്ടിച്ചെന്ന് വരാം. രക്തസമ്മർദ്ദം കൂടുന്നത് തലച്ചോറിലെ കോശങ്ങൾ നശിക്കാൻ കാരണമാകുന്നു. അതിന്റെ അനന്തരഫലമായി ഒരു വ്യക്തി വികലാംഗനോ പക്ഷാഘാതം ഏറ്റവനോ അല്ലെങ്കിൽ ബുദ്ധിവൈകല്യം സംഭവിച്ചവനോ ആയി ശിഷ്ടകാലം കഴിച്ചുകൂട്ടേണ്ടി വരും. നാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ നിയമവിദ്യാർത്ഥിയായിരുന്ന ജെറാമി ക്ലൈവിനെയാണ്. ജെറാമി ക്ലൈവ് തന്റെ ഭാവിയെക്കുറിച്ച് വലിയ പ്രതീക്ഷകളുള്ള ഒരു വ്യക്തിയായിരുന്നു. ഒരു ദിവസം അവൻ തന്റെ അധ്യാപകന്റെ മുറിയിൽ പഠന സംബന്ധമായ പ്രവർത്തനത്തിൽ മുഴുകിയിരിക്കവേ പെട്ടെന്ന് കുഴഞ്ഞു വീണു. ഉടനെ തന്നെ അവനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവന്റെ തലച്ചോറിലെ ഒരു ഭാഗത്തിന് ആഘാതം സംഭവിച്ചതായി കണ്ടുപിടിച്ചു. അതായിരുന്നു ആ വീഴ്ചയ്ക്ക് കാരണമായത്. പെട്ടെന്ന് തന്നെ ഓപ്പറേഷന് വിധേയമാക്കിയെങ്കിലും അവന്റെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു. പഠിച്ചു വലുതായി ഒരു അഭിഭാഷകനാകണമെന്ന അവന്റെ ആഗ്രഹം നിഷ്ഫലമായി. അല്പം മുമ്പ് കണ്ടതും കേട്ടതും പോലും അവൻ മറന്നുപോകുന്നു. അതുകൊണ്ട് തന്നെ താൻ ചെയ്യേണ്ട ഓരോ കാര്യവും റെക്കോർഡ് ചെയ്യുകയാണ് അവനിപ്പോൾ. മാത്രമല്ല, മുമ്പ് റെക്കോർഡ് ചെയ്തു വെച്ചത് കേട്ടിട്ടാണ് താൻ ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്ന് പോലും അവൻ മനസ്സിലാക്കുന്നത്. പ്രഗത്ഭനായ ഒരു അഭിഭാഷകനാകാനുള്ള ശ്രമത്തിനിടയിൽ വന്നു ഭവിച്ച ഈ ആഘാതത്തെ തുടർന്ന് നിരന്തര നിരീക്ഷണവും പരിരക്ഷയും ആവശ്യമുള്ളവനായ ദുർബലനായ ഒരു വ്യക്തിയായി അവൻ മാറിയിരിക്കുന്നു. ഈ ചിത്രം ഹെൻറി എന്ന ഒരു വിദ്യാർത്ഥിയുടേതാണ്. നാൽപ്പതാം വയസ്സിൽ നിരവധി നേട്ടങ്ങൾ കൊയ്ത ഒരു ബിസിനസ്സുകാരനും 2 കുട്ടികളുടെ പിതാവുമായിരുന്നു അദ്ദേഹം. ഒരു ദിവസം രാവിലെ അദ്ദേഹത്തിന് തന്റെ മുഖത്ത് സ്പർശനശേഷി നഷ്ടപ്പെട്ടതായി അനുഭവപ്പെട്ടു. പരിശോധനയിൽ മുഖത്തിന്റെ ഇടതുവശത്ത് അർബുദം ബാധിച്ചതായി മനസ്സിലാക്കി. അധികം താമസിയാതെ അർബുദം അവന്റെ ഇടതു കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെടുത്തി. വിവാഹിതയും ബിസിനസ്സുകാരിയുമായിരുന്ന തോഷിക്കോ സുസുക്കി സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു ജാപ്പനീസ് വനിതയായിരുന്നു. ഒരു ദിവസം അവരുടെ തലച്ചോറിന് ക്ഷതം സംഭവിച്ചു. അത് ആത്മവിശ്വാസിയും ധനികയുമായ ആ ബിസിനസ്സുകാരിയെ ബുദ്ധിവൈകല്യം സംഭവിച്ചവളാക്കി മാറ്റി. അടിസ്ഥാന ആവശ്യങ്ങൾ പോലും സ്വന്തമായി ചെയ്യാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിലേക്ക് അവർ തള്ളപ്പെട്ടു. അവരുടെ ഓർമ്മശക്തി പൂർണ്ണമായി നശിച്ചത് കാരണം അവരാർജിച്ച അനുഭവമോ സമ്പത്തോ ശിഷ്ടജീവിതത്തിൽ അവർക്ക് ഉപകാരപ്പെട്ടില്ല. ഈ യാഥാർത്ഥ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്താൽ ഈ ലോകത്തിലെ വിഭവങ്ങളോടുള്ള തന്റെ അന്ധമായ വൈകാരിക ബന്ധത്തിന്റെ അർത്ഥശൂന്യത മനുഷ്യന് മനസ്സിലാകും. തനിക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം തന്നെ സമസൃഷ്ടികൾക്ക് കൂടി ഉപകാരപ്രദമാക്കുന്ന വിധത്തിൽ ഏറ്റവും നന്നായി കൈകാര്യം ചെയ്യുന്നത് ആരെന്ന് ദൈവം വിലയിരുത്തുമെന്ന സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അവന് മാത്രമേ മനുഷ്യനെ എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തുരക്ഷിക്കാൻ കഴിയുകയുള്ളൂ. എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി നമ്മെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ നിയമത്തിന് വഴിപ്പെടുകയാണ് നിസ്സഹായനായ മനുഷ്യൻ ചെയ്യേണ്ടത്. ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം ഏറ്റവും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക എന്നതാണ് മനുഷ്യൻ അനുവർത്തിക്കേണ്ട നയം. ദൈവത്തിന്റെ ആജ്ഞകളനുസരിച്ച് അവൻ പഠിപ്പിച്ച മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവനിൽ ദൈവം സംപ്രീതനാവുകയും മരണാനന്തരം അവരെ സ്വർഗാവകാശികളാക്കുകയും ചെയ്യുന്നു. പരലോക ജീവിതത്തെ മറന്ന് ആരെല്ലാം ഈ ലോകത്ത് അധർമ്മികളും അക്രമകാരികളും അഹങ്കാരികളുമൊക്കെയായി ജീവിക്കുന്നുവോ അവർക്ക് അത്യധികം പ്രയാസകരമായ ജീവിതമായിരിക്കും അനുഭവിക്കേണ്ടി വരിക.
രോഗം മാത്രമല്ല ഈ ലോകത്ത് ഒരാളെ അവശനാക്കുന്നത്. അപകടങ്ങൾ കാരണമായി ഒരാൾ ശാരീരികമായി തളരുകയോ വികലാംഗനാവുകയോ മരിക്കുകയോ ചെയ്യാറുണ്ട്. വാർത്താമാധ്യമങ്ങൾ ദിവസേന നിരവധി അപകടങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഈ സംഭവങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ടവരൊന്നും തന്നെ തങ്ങൾ അടുത്തുതന്നെ മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന വിവരം അറിഞ്ഞിരുന്നവരല്ല. തങ്ങളുടെ ഭാവിയെക്കുറിച്ച് 1000 സങ്കല്പങ്ങളുമായി ജീവിതത്തിന്റെ ഇടനാഴികകളിലൂടെ തിരക്കിട്ട് കുതിക്കുന്നതിനിടയിൽ പെട്ടെന്ന് മരണം അവരെ പിടികൂടുകയാണ് ചെയ്യുന്നത്. ഈ ഡോക്യുമെന്ററി കണ്ടുകൊണ്ടിരിക്കുന്നവരിൽപ്പെട്ട യുവാക്കൾ പോലും അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് മരണം പിടികൂടുന്നവരായേക്കാം. ഒരുപക്ഷെ നാം തന്നെ അങ്ങനെ സംഭവിക്കുന്നവരിൽ ഉൾപ്പെട്ടുവെന്നും വന്നേക്കാം. ഈ ഡോക്യുമെന്ററി മരണത്തെക്കുറിച്ച് നമുക്കുള്ള അവസാനത്തെ മുന്നറിയിപ്പും പരലോകത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള പ്രേരകവും ആയിത്തീരണം. മനുഷ്യൻ തന്റെ നിത്യജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിസ്സഹായാവസ്ഥ ഈ ലോകത്തിലെ അവന്റെ ജീവിതത്തിന്റെ ക്ഷണികതയെയും അപൂർണതയെയും കുറിച്ചുള്ള തെളിവല്ലാതെ മറ്റൊന്നുമല്ല. നമ്മുടെ ശരീരത്തിന് തുടർച്ചയായ ശുദ്ധീകരണവും പരിചരണവും ഭക്ഷണവും ആവശ്യമാണ്. താൻ വളരെയധികം സൗന്ദര്യമുള്ളവനാണെന്ന് ദുരഭിമാനം കൊള്ളുന്ന മനുഷ്യർ രാവിലെ ഉണർന്നെണീക്കുമ്പോഴുള്ള അവരുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഭൂരിപക്ഷം ജനങ്ങളും ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമാണെന്ന് പറഞ്ഞു തള്ളുകയല്ലാതെ എന്തുകൊണ്ടാണ് മനുഷ്യർ ഇത്രയും നിസ്സഹായാവസ്ഥയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ചിന്തിക്കാറില്ല. നമുക്ക് നിരന്തരമായ ശുദ്ധീകരണവും പരിചരണവും അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിന്റെ മറ്റു പല സൃഷ്ടികളും മനുഷ്യന്റെ അത്ര തന്നെ പരിചരണം ആവശ്യമില്ലാത്തവരാണ്. പൂക്കൾ മണ്ണിൽ നിന്നും ഉണ്ടാകുന്നവയാണെങ്കിൽ പോലും യാതൊരു പരിചരണവും കൂടാതെ തന്നെ വളരെ വൃത്തിയായും സുഗന്ധപൂരിതമായും നിലകൊള്ളുന്നു. ഈ ലോകത്തിലെ സകല വസ്തുക്കളും കാലാന്തരത്തിൽ വാർദ്ധക്യം ബാധിച്ച് മങ്ങി ഒടുവിൽ നശിച്ചു പോകുന്നു. പ്രകൃതിക്ഷോഭങ്ങൾ. വാർദ്ധക്യസഹജമായ പരാധീനതകൾക്കൊപ്പം പ്രകൃതിക്ഷോഭങ്ങളും ഈ ലോകത്തിന്റെ ക്ഷണികഭാവത്തെ കുറിക്കുന്നു. നമ്മുടെ ഭൂമിക്ക് ചുറ്റും ഉൽക്കകൾ പോലുള്ള പ്രതിഭാസങ്ങളുടെ അപകടം സദാ പതിയിരിക്കുന്നുണ്ട്.
അത്തരം ചില വിനാശകരമായ അപകടങ്ങൾ മുമ്പുണ്ടായിട്ടുമുണ്ട്. ദിനോസറുകളുടെ നാശത്തിന് ഹേതുവായത് ഇത്തരം ചില ഉൽക്കാപതനങ്ങളാണെന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നു. ഒരു പുതിയ ഉൽക്ക ഇനിയും വന്ന് പതിച്ചേക്കാം. അതെപ്പോൾ എന്ന ചോദ്യത്തിന് മാത്രമേ പ്രസക്തിയുള്ളൂ. ഭൂമി സദാ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ഭീഷണികൾ പലപ്പോഴും പല ഹോളിവുഡ് സിനിമകൾക്കും ചാലകശക്തിയായി വർത്തിച്ചിട്ടുണ്ട്. അമേഗദാൻ എന്ന സിനിമ ഇത്തരം ചെറിയ ഉൽക്കകൾ വരുത്തിവെച്ചേക്കാവുന്ന അതിഭയങ്കരമായ നാശത്തെക്കുറിച്ച് മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. ദേൻപക് എന്ന സിനിമയും ഇതിന് സമാനമായ പ്രമേയം തന്നെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു വലിയ ഉൽക്ക സമുദ്രത്തിൽ വന്ന് പതിക്കുന്നത് മൂലമുണ്ടാകുന്ന അതിശക്തമായ ഓളങ്ങൾ ഒരു വലിയ നഗരത്തെ മുഴുവനായി വിഴുങ്ങുന്നതാണ് ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങൾ ഒരു ശാസ്ത്ര സങ്കല്പം എന്നതിലുപരി സംഭവിച്ചേക്കാവുന്ന യാഥാർത്ഥ്യങ്ങളാണ്. കാരണം നാം വസിക്കുന്ന ഭൂമി ബഹിരാകാശത്തു നിന്നും വന്നു ചേർന്നേക്കാവുന്ന ഇത്തരം അപകടങ്ങളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഭൂമിയെ നാം ഒരാപ്പിളിനോട് ഉപമിച്ചാൽ ഭൂമിയുടെ ബാഹ്യപാളി ആപ്പിളിന്റെ തൊലിയുടെ അത്രമാത്രമേ വരികയുള്ളൂ. നാം വസിക്കുന്ന ഈ ബാഹ്യപാളി വളരെ കനം കുറഞ്ഞതും ദുർബലവുമാണ്. ബാഹ്യശക്തികളിൽ നിന്നുള്ള ചെറിയൊരു ആഘാതം അതിനെ പൂർണ്ണമായി തകർക്കാൻ പര്യാപ്തമാണ്. അപകടങ്ങൾ ആകാശത്തിൽ മാത്രമല്ല പതിയിരിക്കുന്നത്, അവ നമ്മുടെ കാൽച്ചുവട്ടിൽ നിന്നും ബഹിർഗമിച്ചേക്കാം. കനം കുറഞ്ഞ ദുർബലമായ ഭൗമബാഹ്യ പാളിക്കടിയിൽ ആയിരക്കണക്കിന് ഡിഗ്രി ഊഷ്മാവിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ലാവയുണ്ട്. ഈ ലാവകൾ ചിലപ്പോൾ ഭൗമോപരിതലത്തിലേക്ക് ബഹിർഗമിക്കുമ്പോഴാണ് അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഭൂമി മുകളിൽ നിന്നും താഴെ നിന്നുമുള്ള ശക്തമായ അപകട ഭീഷണികൾക്കിടയിലാണ് നിലകൊള്ളുന്നത്. പ്രൗഢിയോടെ നിലകൊള്ളുന്ന പർവ്വതങ്ങൾ ചിലപ്പോൾ പൊട്ടിത്തകർന്ന് തരിപ്പണമാകാറുണ്ട്. അത്തരം പ്രകൃതിക്ഷോഭങ്ങൾ തടയാനുള്ള ഒരു മാർഗവും ഇല്ല തന്നെ.
രാജകീയ പ്രൗഢിയോടെ തല ഉയർത്തി നിൽക്കുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങൾ നിലം പൊത്താൻ നിമിഷങ്ങളെ വേണ്ടു. ഓരോ 2 മിനിറ്റിലും ഭൗമോപരിതലത്തിൽ ഒരു ഭൂചലനം ഉണ്ടാകുന്നുണ്ട്. അതിൽ മിക്കതും വളരെ ദുർബലമായതുകൊണ്ട് നാം അത് അറിയാറില്ലെന്ന് മാത്രം. ദൈവം ഇച്ഛിക്കുകയാണെങ്കിൽ ഈ ഭൂമിയെയും അതിലുള്ള സകല വസ്തുക്കളെയും നശിപ്പിക്കുന്ന തരത്തിലുള്ള അതിഭയങ്കരമായ ഭൂമികുലുക്കം വരുത്താനാകും. യഥാർത്ഥത്തിൽ ഭൂമി അതിന്റെ ഘടനയനുസരിച്ച് സദാ ഭൂചലനത്തിനുള്ള സകല സാഹചര്യങ്ങളും ഒത്തിണങ്ങിയാണ് നിലകൊള്ളുന്നത്. ഭൗമപാളികളും അതിനിടയിലുള്ള വിടവുകളുമെല്ലാം ഇതിനുള്ള സാഹചര്യമൊരുക്കുന്നു. അത്യാധുനികമായ കണ്ടുപിടുത്തങ്ങളും വിവരസാങ്കേതിക വിദ്യകളും മുൻകാല പരിചയ സമ്പത്തും ഇത്തരം പ്രകൃതിക്ഷോഭങ്ങളെ തടുക്കാൻ ഉതകുന്നതാണെന്ന് ചില ജനം ധരിച്ചു വശായിരിക്കുന്നു. എന്നാൽ പലപ്പോഴും അവരുടെ കരുതൽ നടപടികളെല്ലാം തന്നെ വൃഥാവിലായി പോയതായിട്ടാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നത്. അതിനുള്ള സമകാലിക ഉദാഹരണമാണ് 1995 ജപ്പാനിലെ കോഡിയൻ നഗരത്തെ ആകമാനം പിടിച്ചുകുലുക്കിയ അതിഭയങ്കരമായ ഭൂമികുലുക്കം. ആ നഗരം വളരെ ശക്തമായ ഭൂമികുലുക്കത്തെ പോലും അതിജീവിക്കാൻ ഉതകും വിധം രൂപകൽപ്പന ചെയ്തതാണെന്നായിരുന്നു ധാരണ. എന്നാൽ ആ ഭൂമികുലുക്കത്തിന്റെ ശക്തിയിൽ അവിടെയുണ്ടായിരുന്ന കെട്ടിടങ്ങൾ കടലാസ് കൊട്ടാരം കണക്കെ തകർന്നടിഞ്ഞു. ജപ്പാൻകാർ കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് ഭൂമികുലുക്കത്തെക്കുറിച്ച് മുൻകൂട്ടി സൂചനകൾ നൽകുന്ന അത്യാധുനികമായ ഉപകരണങ്ങൾ സ്ഥാപിച്ചിരുന്നു. അപ്രതീക്ഷിതമായ ഒരു കേന്ദ്രത്തിൽ നിന്നും ആവിർഭവിച്ച ആ ഭൂമികുലുക്കത്തെക്കുറിച്ച് മുൻകൂട്ടി പ്രവചിക്കുന്നതിൽ ഈ സംവിധാനങ്ങളെല്ലാം പരാജയപ്പെടുകയാണുണ്ടായത്. എത്ര ശക്തമായ ഭൂമികുലുക്കത്തെയും അതിജീവിക്കാൻ ശേഷിയുള്ളവ എന്ന് അവർ അവകാശപ്പെട്ടിരുന്ന കെട്ടിടങ്ങൾ കടലാസ സൗധങ്ങൾ കണക്ക് നിലം പതിച്ചു. ഭൂചലനം മറ്റു ചില അപ്രതീക്ഷിത പ്രകൃതിക്ഷോഭങ്ങൾക്കും കാരണമായേക്കാം. കടലിനടിയിൽ നിന്നും ആവിർഭവിക്കുന്ന ഭൂമികുലുക്കം മൂലം സുനാമി എന്നറിയപ്പെടുന്ന അതിഭയങ്കരമായ ഓളങ്ങൾ രൂപം കൊള്ളുന്നു. അവ ഒരു തീരപ്രദേശത്തെ ആകമാനം നശിപ്പിക്കാൻ ശക്തിയുള്ളവ ആയേക്കാം. ചിലപ്പോൾ അവയുടെ ദൂഷ്യഫലങ്ങൾ പ്രവചനാതീതമാകാനും ഇടയുണ്ട്. ടൈറ്റാനിക്കിൽ നിന്നുമുള്ള പാഠം ഈ ലോകം നശ്വരമാണ് എന്നും മരണം സമീപസ്ഥമാണ് എന്നുമുള്ള വസ്തുതയ്ക്ക് ഉപോത്ഫലകമായി പല സംഭവങ്ങളും മുന്നറിയിപ്പുകളും ചരിത്രത്തിൽ യഥേഷ്ടം ദർശിക്കാനാകും. ഇത്തരത്തിലുള്ള ഒരു സംഭവമാണ് 1912 ടൈറ്റാനിക് അപകടം. ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമുദ്ര അപകടമായിരുന്നു ഇത്. അന്നുവരെ രൂപകൽപ്പന ചെയ്യപ്പെട്ടതിൽ വെച്ച് ഏറ്റവും വലുതും ആഡംബര സമൃദ്ധവുമായിരുന്നു ആ കപ്പൽ. ബ്രിട്ടീഷുകാരുടെ അഭിമാനമായാണ് അത് അറിയപ്പെട്ടത്. 55 മീറ്റർ ഉയരവും 275 മീറ്റർ നീളവുമുള്ള ആ കപ്പൽ സാങ്കേതിക മികവിൽ അത്യുന്നതിയിലായിരുന്നുവെന്ന് പറയാം. പല ആളുകളും അതിനെ ഒരിക്കലും മുങ്ങാത്ത കപ്പലെന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അതിന്റെ കന്നിയാത്രയിൽ തന്നെ അതൊരു ഭീമാകാരമായ മഞ്ഞുകട്ടയിൽ തട്ടിത്തകർന്നു. അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് അത് ആണ്ടുപോയി.
1500 യാത്രക്കാർ അതിശൈത്യമാർന്ന അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ മരണത്തെ വരിച്ചു. അപകടത്തിനിരയായവരിലധികവും ധനാഢ്യരും ആഡംബരപ്രിയരുമായ ബ്രിട്ടീഷുകാരായിരുന്നു. ഒരിക്കലും മുങ്ങാത്ത കപ്പലെന്ന ഖ്യാതി നേടിയതിനാൽ അതിൽ വളരെ കുറച്ച് ജീവൻ രക്ഷാ സംവിധാനങ്ങളെ കരുതിയിരുന്നുള്ളൂ. ഈ സംഭവം കാര്യങ്ങളുടെയെല്ലാം നിയന്ത്രണം പൂർണ്ണമായും മനുഷ്യകരങ്ങളിലല്ല എന്ന വസ്തുത ഒരിക്കൽ കൂടി സംശയലേശമന്യേ വ്യക്തമാക്കുന്നു. ടൈറ്റാനിക് അപകടം അനേകം പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചരിത്ര സംഭവമാണ്. തങ്ങളുടെ ധനത്താൽ മതിമറന്ന് പ്രൗഢി നടിക്കുന്നവർക്കും ദൈവത്തിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്നവർക്കും നേരിടേണ്ടി വന്നേക്കാവുന്ന നാശത്തിലേക്കുള്ള ഒരു ചൂണ്ടുപലകയാണ് ഈ ചരിത്രം. ബോംബെ 2-ന്റെ നാശം. സമ്പന്നതയുടെ പേരിൽ അഹങ്കരിക്കുകയും പ്രൗഢി നടിക്കുകയും ചെയ്തതിന്റെ പേരിൽ നശിപ്പിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഉദാഹരണമാണ് പുരാതന നഗരമായ ബോംബെയുടെ പതനം. 2000 വർഷങ്ങൾക്കു മുൻപ് ആ നഗരത്തിന്റെ മലഞ്ചെരുവുകൾ വീഞ്ഞു നിറച്ച പാത്രങ്ങളാൽ നിറഞ്ഞിരുന്നു. ധനാഢ്യരായ റോമക്കാരുടെ വിഹാര കേന്ദ്രമായിരുന്നു ആ നഗരം. അവിടുത്തെ ജീവിതം ആഡംബരത്തിന്റെയും പട്ടിണിയുടെയും ഇടയിലാണ് പടുത്തുയർത്തപ്പെട്ടത്. അതിന്റെ അയൽ നഗരമായ ഹെർക്കുലീനിയത്തിന്റെ സ്ഥിതിയും മറിച്ചായിരുന്നില്ല. ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു അഗ്നിപർവ്വത സ്ഫോടനം ആ 2 നഗരങ്ങളെയും നാമാവശേഷമാക്കി. അവിടുത്തെ ജനങ്ങൾ ആ അഗ്നിപർവ്വത ലാവയിൽപ്പെട്ട് കല്ലായിത്തീർന്നു. ഇന്നും അതിന്റെ എല്ലാ വ്യക്തതയോടും കൂടി അവ ദർശിക്കാനാകും. ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അവരാർജിച്ച അവരുടെ സമ്പത്തും സംസ്കാരവുമെല്ലാം പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു. ഇപ്പോൾ അവശേഷിക്കുന്നത് അതിന്റെ ഭയാനകമായ സന്ദേശത്തോടെയുള്ള അവശിഷ്ടങ്ങൾ മാത്രം. ഇത്തരം സംഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാനാണ് വിശുദ്ധ ഖുർആനിൽ നശിപ്പിക്കപ്പെട്ട സമുദായങ്ങളുടെ ചരിത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ദൈവം പറഞ്ഞിരിക്കുന്നത്. മരണം. ഇതുവരെ വിവരിച്ച സംഭവങ്ങളുടെ അനുസ്മരണങ്ങളെക്കാൾ ഉപരി ഓരോരുത്തരും തങ്ങളുടെ സ്വന്തം മരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അധിക ജനവും തങ്ങളുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. തങ്ങൾ ഒന്നുമല്ലാതാകുന്ന ആ ദിവസം വന്നെത്തുമെന്ന് ചിന്തിക്കാതിരിക്കാനാണ് അധിക പേരും ഇഷ്ടപ്പെടുന്നത്. എങ്കിലും മരണം നമ്മുടെ ചുറ്റിലുമുണ്ട്. നാം ഈ ഡോക്യുമെന്ററി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം 6000 ആളുകൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നാൽ അവർ അവരുടെ നിത്യജീവിതത്തിൽ മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. TV സീരിയലുകളിലും സിനിമകളിലുമെല്ലാം ആകാംക്ഷയുണ്ടാക്കാൻ വേണ്ടി മരണത്തെ വിഷയമാക്കാറുണ്ട്. മരണം ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു യാഥാർത്ഥ്യമായി ഓരോരുത്തരെയും കാത്തിരിക്കുന്നു. ലൗകിക ജീവിതത്തിന്റെ ഏറ്റവും പരമപ്രധാനമായ സത്യമായി അത് നിലകൊള്ളുന്നു.
10,000-കണക്കിന് കോടി ജനങ്ങൾ ഇതുവരെയായി ഈ ലോകത്ത് ജീവിച്ച് മരിച്ചുപോയിട്ടുണ്ടായിരിക്കും. നാം ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അസ്ഥിയും ഒരു നാൾ നമ്മെപ്പോലുള്ള മനുഷ്യരായിരുന്നു. ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കുടുംബവും ഭാവിയെക്കുറിച്ച് പ്രതീക്ഷകളുമുള്ള ആളുകൾ. പക്ഷേ ഇപ്പോൾ അവശേഷിക്കുന്നത് ഈ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന അസ്ഥികൾ മാത്രം. നൂറ് വർഷങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന ഇവരാരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ഇനിയൊരു നൂറ്റാണ്ട് കഴിയുമ്പോൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആരും തന്നെ ഈ ഭൂലോകത്ത് അവശേഷിക്കുകയുമില്ല. നാമും നമ്മുടെ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും ഒന്നും ഒരു 100 വർഷങ്ങൾക്കപ്പുറം ഇവിടെ ബാക്കിയാവില്ല. കാരണം നമ്മുടെ ഓരോ നാഡീമിടിപ്പും നമ്മെ മരണത്തോട് കൂടുതൽ കൂടുതൽ അടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സമയം എന്ന് പറയുന്ന പ്രതിഭാസം തന്നെ മനുഷ്യന്റെ മരണത്തിലേക്കുള്ള എണ്ണിത്തിട്ടപ്പെടുത്തലാണ്. നമ്മുടെയെല്ലാം അവസാന നിമിഷം നിർണയിച്ചു കഴിഞ്ഞ സംഗതിയാണ്. ഇനി നാം എത്ര ദിവസം, എത്ര മണിക്കൂർ, എത്ര നിമിഷം ജീവിക്കും എന്നതും നിർണിതമാണ്. ആ സമയപരിധി ഓരോ നിമിഷവും കുറഞ്ഞു കുറഞ്ഞ് 0-ലേക്ക് അടുക്കുകയാണ്. അങ്ങനെ പതുക്കെ പതുക്കെ നാം അറിയാതെ ആ ഒഴിച്ചുകൂടാനാവാത്ത സമയം വന്നണയുകയായി. ഒരുപാട് വർഷങ്ങൾ മിടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഹൃദയം നിശ്ചലമാകും. ശ്വാസം നിൽക്കുന്നു, ശരീരം തണുക്കുന്നു. നാം ഇപ്പോൾ കാണുന്നത് മരണം വരിച്ച ഒരു ശരീരം തണുക്കുന്നതിന്റെ തെർമോ ഇമേജാണ്. ഒരു തെർമോ ഇമേജ് ക്യാമറ കൊണ്ട് എടുത്തതാണ് ഈ ചിത്രം. നാം ഒരിക്കലും നമ്മെ മരണം പിടികൂടുകയില്ലെന്ന് ധരിക്കരുത്. മരണത്തിനു ശേഷം എല്ലാവരും ദൈവസന്നിധിയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ്. അന്ന് ഓരോരുത്തരും താൻ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ദൈവത്തിന്റെ മുമ്പിൽ കണക്കു ബോധിപ്പിക്കേണ്ടി വരും. ഈ ലോക ജീവിതത്തിൽ ദൈവത്തിൽ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അവന് പൂർണ്ണമായും വഴിപ്പെടുകയും സമർപ്പിക്കുകയും സമസൃഷ്ടികൾക്കിടയിൽ നന്മയോടെ വർത്തിക്കുകയും വന്നുപോയ തെറ്റുകുറ്റങ്ങൾക്ക് ദൈവത്തോട് പാപമോചനം അർത്ഥിക്കുകയും ചെയ്ത് ദൈവത്തിന്റെ തൃപ്തി മാത്രം കാക്ഷിച്ച് ജീവിക്കുന്നവർക്ക് മരണാനന്തരം മോക്ഷവും സ്വർഗലോകത്തിൽ നിത്യജീവിതവും ലഭിക്കുന്നു. മറിച്ച് ഈ നൈമിഷിക ലോകത്തിലെ അലങ്കാരങ്ങളിലും വിഭവങ്ങളിലും മതിമറന്ന് അഹങ്കാരിയും അധർമ്മകാരിയുമായി ജീവിക്കുന്നവർക്ക്, ദൈവവിശ്വാസിയെങ്കിലും ആ ദൈവത്തിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ വിസമ്മതിക്കുന്നവർക്ക്, സമസൃഷ്ടികൾക്കിടയിൽ നന്മയോടെ വർത്തിക്കാത്തവർക്ക് ഈ ലോകത്തും പരലോകത്തും ഭയാനകമായ ശിക്ഷകളാണ് അഭിമുഖീകരിക്കേണ്ടി വരിക. ഇതാണ് സത്യം. അതുകൊണ്ട് മനുഷ്യൻ അവന്റെ ഈ ലോകത്തിലെ നൈമിഷിക വിഭവങ്ങളിൽ മതിമറന്നു പോകാതെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുക. മനുഷ്യനെ സൃഷ്ടിക്കുകയും അവന് അതുല്യമായ അസംഖ്യം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു നൽകുകയും ചെയ്ത ദൈവത്തിന് നന്ദിയുള്ളവരായി ജീവിക്കുക. സമസൃഷ്ടികളോട് നന്മയോടെ മാത്രം വർത്തിക്കുക. ഐഹിക ജീവിതത്തിന്റെ നിറപ്പകിട്ടുകളിൽ വഞ്ചിതരാകാതിരിക്കുക. ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളും നശിക്കുക തന്നെ ചെയ്യും. ദൈവം മാത്രമാണ് അനശ്വരമായി നിലകൊള്ളുന്നത്. ويبقى وجه ربك ذو الجلال والإكرام فبأي آلاء ربكما تكذبان. എല്ലാം ഒരു നാൾ നശിക്കും, ദൈവത്തിന്റെ അസ്തിത്വമൊഴികെ. ഈ ഡോക്യുമെന്ററിയിൽ നാം ഈ ലോക ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് പഠനം നടത്തിയതിൽ നിന്ന് ഈ ലോകം ഒരു താൽക്കാലിക വാസസ്ഥലം മാത്രമാണെന്നതിന് ധാരാളം തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങൾ കാണുകയുണ്ടായി. ഈ ലോകത്തിലെ സർവ്വവും നശിക്കുന്നു, മനുഷ്യ ശരീരം ഉൾപ്പെടെ. ഓരോ വ്യക്തിയും ഇവിടുത്തെ ജീവിതത്തിന് ശേഷം അവനിവിടെ സമ്പാദിച്ചതത്രയും പിറകിലാക്കി പരലോകത്തേക്ക് ആനയിക്കപ്പെടുന്നു. സകല ജീവികളും മരണത്തിന്റെ രുചി അനുഭവിക്കേണ്ടതുണ്ട്. പിന്നീട്
എല്ലാവരും നമ്മിലേക്ക് തിരിച്ചെത്തും. നിങ്ങൾ അറിയുക, ഇഹലോക ജീവിതം കേവലം കളിയും തമാശയും ബാഹ്യമോടിയും നിങ്ങൾ തമ്മിലുള്ള പൊങ്ങച്ച ഘോഷണവും സമ്പത്ത്, സന്താനങ്ങളിൽ പരസ്പരം മികച്ചു നിൽക്കാനുള്ള ത്വരയുമല്ലാതെ മറ്റൊന്നുമല്ല. ഈ ലോകത്തിന്റെ വിഭവങ്ങളിൽ ആർത്തി പൂണ്ട് ജീവിതകാലം മുഴുവൻ ആഗ്രഹങ്ങളുടെയും പിരിമുറുക്കത്തിന്റെയും സംശയങ്ങളുടെയും വഞ്ചനകളുടെയും നൂലാമാലകളിൽ കെട്ടിപ്പിണഞ്ഞ് ജീവിക്കുന്നവർ അവസാനം തുല്യതയില്ലാത്ത അതിഭയാനകമായ നാശത്തിൽ ആപതിക്കുന്നു. അതിനാൽ മനുഷ്യരെ, നാം നമ്മെ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുക. അവനിൽ വിശ്വസിച്ച് അവൻ പഠിപ്പിച്ച മാർഗത്തിലൂടെ ജീവിക്കുക. അവന്റെ നിയമങ്ങൾ വ്യക്തി, കുടുംബ, സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലകളിൽ ഉൾപ്പെടെ മുഴുവൻ ജീവിതത്തിലും പിൻപറ്റുക. സഹജീവികളോട് നന്മയോടും ക്ഷമയോടും കൂടി വർത്തിക്കുക. മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്യുകയും സഹായങ്ങൾ നൽകുകയും ചെയ്യുക. സത്യസന്ധതയോടെയും ആത്മാർത്ഥതയോടെയും നീതിയോടെയും പെരുമാറുക. സ്വാർത്ഥ താൽപര്യങ്ങൾ നമ്മെ ഭരിക്കുന്നത് നിയന്ത്രിക്കുക. എല്ലാ സൃഷ്ടിജാലങ്ങളെയും സ്നേഹിക്കുക. അകാരണമായി ഒന്നിനെയും നശിപ്പിക്കാതിരിക്കുക. ഇത്തരം നന്മകൾ ആർജിച്ച് ജീവിതത്തെ സമ്പന്നമാക്കുക. അതുമാത്രമാണ് ജീവിത വിജയം.